നമസ്കാരം. ഇന്നലെ നമ്മളുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് 15-ാം തീയതി. അത് എത്രത്തോളം വികലമാക്കി മാറ്റാമോ അത്രത്തോളം വികലമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ്. ഇതിൽ കോൺഗ്രസിനെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം കോൺഗ്രസ് ഇപ്പോൾ കയറി നിൽക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പാദങ്ങളിലാണ്. അതിൽ നിന്നും വിട്ടൊരു അസ്തിത്വം കോൺഗ്രസിനിപ്പില്ല എന്നുള്ളതാണ് സത്യം. ആയതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് കാർക്കിച്ച് തുപ്പുമ്പോൾ വായയും പൊളിച്ച് കോളാമ്പിയായിട്ടിരിക്കാനുള്ള ഒരു സ്റ്റാറ്റസ് മാത്രമാണിപ്പോൾ കോൺഗ്രസ്സിനുള്ളത്. അതിൻ്റെ ഫൈനൽ ഔട്ട്കം അതെന്താണെന്ന് അധികം താമസിയാതെ കാലം തെളിയിക്കും. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം അതിനെ ഉല്ലംഘിച്ചുകൊണ്ട് വന്ദേ മാതരത്തെ വലിയ രൂപത്തിൽ അപമാനിച്ചിരിക്കുകയാണ് കേരള സർക്കാർ. ഇതിന് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. കാരണം ജനഹിതം അതിൻ്റെ ബാഹുല്യം കൊണ്ടാണ് ഇപ്പോൾ BJP സർക്കാർ ഭരിക്കുന്നത്. ആ സർക്കാർ മാറട്ടെ. അല്ലെങ്കിൽ പാർലമെൻറ്റുണ്ടല്ലോ, അവിടെ ചർച്ച ചെയ്യാൻ പറ്റുമല്ലോ. നിയമത്തെ നിയമവുമായിട്ട് കാണണം. നിയമത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ടാണ് നിയമത്തെ മറികടക്കാൻ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ നിയമലംഘനമാണ്. കോടതികളിലേക്കും പോകുന്ന സമയത്ത് ഈ കോടതിയിൽ എനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നിയമലംഘനമാണ്. കോടതിയോട് നമ്മൾ വാദിക്കും, അവിടെ കുറ്റപത്രം വായിക്കും, നിങ്ങളീ കുറ്റം ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ടോ? അപ്പം ഇല്ലെന്ന് പറയും. അപ്പോൾ മറ്റേ ഭാഗക്കാർ പറയും ചെയ്തു എന്ന് പറയും. നമ്മൾ നിയമത്തിൻ്റെ തലമുടി നാലെടുത്ത് ചീന്തി 2ആക്കി 4ആക്കി 8ആക്കി 16ആക്കി പരിശോധിച്ച് അതിനുള്ള അവകാശം നമുക്കുണ്ട്. വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ അപമാനിക്കാനുള്ള അവകാശം നമുക്കില്ല. കോടതിയെ വിമർശിക്കാം, കോടതിയെ അപമാനിക്കരുത്. ഭരണഘടനയെ വിമർശിക്കാം, ഭരണഘടനയെ അപമാനിക്കരുത്. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തെ വിമർശിക്കാം, അപമാനിക്കരുത്. പക്ഷെ ഇന്നലെ കേരളം കണ്ടത് വളരെയധികം ഒരു തേർഡ് റേറ്റ് അപമാനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാർ. ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർ പരിപൂർണമായിട്ടും ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. നമ്മൾ പണ്ടൊക്കെയും വൈക്കം മുബഷീറിൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം അവിടെയാണ് കണ്ടത്. ഇങ്ങനെ തിരിച്ച് അപ്പോൾ ഡിസ്ക് കറങ്ങുമ്പോൾ ആ ശബ്ദം ഇങ്ങനെ വരും, കിരികിരുന്ന ശബ്ദത്തിൽ ഇങ്ങനെ വരും. ആരോ പാടുന്ന ഏറ്റുപാടുകയാണ് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. അതാണ് ഇപ്പോൾ കോൺഗ്രസ് ഗതികേടിലെത്തി നിൽക്കുകയാണ്. അതേ സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെയാണെങ്കിൽ കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് അവിടെയും കോൺഗ്രസ്സുകാർ തന്നെയാണല്ലോ ഉള്ളത്. അവിടുത്തെ സർക്കാർ, ജമ്മു കാശ്മീരിലെയും ജാർഖണ്ഡിലെയും സഖ്യ സർക്കാരുകൾ, അവരെല്ലാവരും വന്ദേ ഭാരതം പൂർണ്ണ രൂപത്തിൽ വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ ആലപിച്ചു. അതും നമ്മൾ കേട്ടതാണ്. എന്നാൽ കേരളത്തിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേ മാതരത്തിൻ്റെ ഒരു വരി പോലും പാടാൻ കോൺഗ്രസ് ലീഗ് സർക്കാർ തയ്യാറായില്ല. അഥവാ ലീഗ് അതിന് സമ്മതിച്ചില്ല. കാരണം അതിനകത്ത് ദേവി എന്നൊരു വാക്കുണ്ട്, ദേവൻ എന്നൊരു വാക്കുണ്ട്, ഭാരതം അമ്മയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാരതത്തെ അമ്മയായി കാണാൻ, ഭാരതത്തെ ദേവിയായിട്ട് കാണാൻ ഞങ്ങൾക്ക് പറ്റൂല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ മറ്റുള്ളവർ കുറ്റം പറയുന്നത് വെറുതെയല്ല.
അവശിഷ്ടങ്ങളല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുന്നത് വെറുതെയല്ല. ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങളത് ചെല്ലില്ല എന്ന് പറഞ്ഞ് അനാവശ്യമായിട്ട് ചെറ്റേമ തട്ടി വഴക്കുണ്ടാക്കിയിട്ടാണ് പിരിഞ്ഞു പോയത്. ഒരെണ്ണം ബംഗ്ലാദേശിലേക്ക് പോയി, ഒരെണ്ണം പാകിസ്ഥാനിലേക്ക് പോയി. ബാക്കി അവശേഷിക്കുന്നതിനെയാണ് അവശിഷ്ടമെന്ന് പറയുന്നത്. അവരാണ് വീണ്ടും അത് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. ഈ ഭാരതത്തിലെ ഈ ഹിന്ദുസ്ഥാനത്തിൽ ദേവീദേവന്മാരെ അല്ലാതെ ആരെയാണ് പ്രകീർത്തിക്കുക? ഈ ഭാരതത്തെ മുള്ളുമുരുടെ മൂർഖമ്പാമ്പിന് എല്ലാത്തിനെയും ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്, ഈശാവാസ്യം, ഈശ്വരനൈസേഷൻ, ഈ കാണുന്നതും കേൾക്കുന്നതും ഉണ്ട് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുന്ന എന്തിലും നമ്മൾ ഈശ്വരനെ കാണുന്നു. പക്ഷേ ഞങ്ങളത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിയ ഇടങ്ങളിലേക്ക് പോകാനാണ് അവരോട് നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. അതാണ് മറ്റു പലരും ചെയ്യുന്നത്, ഞാനല്ല, മറ്റു പലരും ചെയ്യുന്നത്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണിപ്പോൾ കേരളത്തിലെ സംഭവത്തിൽ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അതല്ലെങ്കിൽ കോൺഗ്രസ് അവരല്ല ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവിടെയുള്ള ലീഗ് അതുപോലെ പ്രസ്ഥാനങ്ങൾ അവർ ഈ നാടിനെ നശിപ്പിക്കും, അവരുടെ ദേശീയതയില്ല എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞതിനാണ് അവരുടെ അടിമകളൊക്കെ കൂടിയിട്ട് എനിക്കെതിരായിട്ടിപ്പോൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഈ 10ാം ക്ലാസ് പഠിച്ച വിവരമുണ്ടല്ലോ, അത് വെച്ച് ഞാൻ അന്നേ പറഞ്ഞതാണ് ഇവരുടെ പോക്ക് RSSൻ്റെ കാൽച്ചുവട്ടിലേക്കാണെന്ന്. അതിനോടൊപ്പം നീങ്ങാൻ എനിക്ക് പറ്റില്ല. ഇവിടെ പലരും ചോദിക്കും, സ്വാമി ഇപ്പോൾ BJP ആയോ എന്ന്. ഞാൻ ഒരിക്കലും ഒന്നും ആയിട്ടില്ല, ഒന്നേ ആയിട്ടുള്ളൂ. തൃക്കൂർ എന്ന സ്ഥലത്ത് ഒരു നായർ യുവാവിൻ്റെയും ഒരു നായർ സ്ത്രീയുടെയും മകനായിട്ട് ജനിച്ചു. ഒരു നായർ യുവാവിൻ്റെയും നായർ സ്ത്രീയുടെയും മകനായിട്ട് ജനിച്ചു. ഞാൻ BJPയുടെ മകനായിട്ടല്ല ജനിച്ചത്, CPIയുടെ മകനായിട്ടല്ല ജനിച്ചത്, കോൺഗ്രസിൻ്റെ മകനായിട്ടല്ല ജനിച്ചത്, BJPയുടെ മകനായിട്ടല്ല ജനിച്ചത്. ഞാൻ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെ മകനായിട്ടാണ് ജനിച്ചത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്തവരായിട്ട് മാറുകയാണ്. ആരാ നിങ്ങൾ? ഞാൻ BJPയാ. ആരാ നിങ്ങൾ? ഞാൻ CPM. ആരാ നിങ്ങൾ? ഞാൻ കേരള കോൺഗ്രസ്സാ. ആ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുക, ആരാ നിങ്ങൾ? ഞാൻ ഭാർഗവി അമ്മയുടെയും ദാമോദര മേനോൻ്റെയും മകനാണ്. അവന് തന്തയും തള്ളയുണ്ട്. ഇവർക്ക് എന്താ ഉള്ളത്? പാർട്ടി എന്ന് പറയുന്ന വബുസിൻ്റെ മേലെയുള്ള സ്ക്രൂ, നട്ട്, ബോൾട്ട് ഇതൊക്കെയാണ് പാർട്ടി അടിമകൾ. അതുപോലെയാവാൻ എനിക്ക് കഴിയില്ല. എൻ്റെ പാർട്ടി ഞാനാണ്. ആയതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ നോക്കുമ്പോൾ ഈ രാജ്യത്തെ വികലമാക്കുന്ന പാർട്ടിയെ നോക്കിയിട്ട് പറയും നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന്. കാരണം എൻ്റെ കൂടി രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭ്യുന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയെക്കുറിച്ച് ഞാൻ പറയും അത് നല്ല പാർട്ടിയാണെന്ന്. കാരണം ഞാൻ ഈ രാജ്യത്തുള്ളവനാണ്, ഈ രാജ്യം നന്നാവാൻ ആഗ്രഹിക്കുന്നവനാണ്. പക്ഷെ ഇവിടെ പലർക്കും CPM ആയിരുന്നു, ഇപ്പോൾ BJP ആയി, BJP ആയിരുന്നു, ഇപ്പോൾ CPM ആയി. അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മാറാൻ പറ്റാത്തൊന്നുണ്ട്, തന്തയും തള്ളയും. അത് പെർമനൻ്റാണ്. പക്ഷെ ഇവിടെയുള്ള പാർട്ടി അണികൾ, അടിമകൾ, അവർ പെർമനൻ്റില്ല. കാരണം കൃത്യമായിട്ടുള്ള തന്തയും തള്ളയില്ല. ഇന്ന് BJP ആണ് തന്തയും തള്ളയും, നാളെ CPM ആണ് തന്തയും തള്ളയും. അങ്ങനെ ആയിപ്പോയി വാസ്തവത്തിൽ. അടിമകളായിപ്പോയി. ഇവിടെ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശനെയോ അല്ലെങ്കിൽ കോൺഗ്രസ് അവരല്ല കേരളം ഭരിക്കുന്നത്. ഭരണഘടന അതുപോലെ തന്നെ രാജ്യത്തെ നിയമങ്ങൾ അതുമല്ല ഈ കേരളം ഭരിക്കുന്നത്. അത് മറിച്ച് ജമാഅത്ത് ഇസ്ലാമി അതുപോലെ മുസ്ലിം ലീഗ് അവരുടെ കൽപ്പനകൾ, അതിനനുസരിച്ചിട്ടാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. അത് കൃത്യമായിട്ട് അവർ പറഞ്ഞല്ലോ. ലീഗ് ഭരിക്കും കേരളത്തിൽ,
ലീഗ് പറയും നിയമങ്ങളെന്ന്. എല്ലാവർക്കും ഒരു പുച്ഛവും പരിഹാസവുമാണ്. കുഞ്ഞാലിക്കുട്ടിയെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജയിലിൽ പോകാൻ പോവുകയാണ്. പലരും ചോദിച്ചു, ഇയാൾ ജയിലിലല്ലേ പിന്നെ ഇങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നതെന്ന്. ഉണ്ട നിന്നപ്പോൾ കൊഴുത്തു എന്ന് പറഞ്ഞ വേറൊരാൾ. അവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്നെയല്ല, ഹിന്ദു സമൂഹത്തെ. യാതൊരു ഇൻട്രൊഡക്ഷൻ കൂടാതെ പറയാണ്, അങ്ങനെ ഒരിക്കൽ ചെയ്തതിൻ്റെ പരിണതഫലമാണിപ്പോൾ ഉത്തരേന്ത്യയിൽ അനുഭവിക്കുന്നത്. ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ രണ്ടും ഹിന്ദുസ്ഥാനത്തിൻ്റെ ഭാഗങ്ങളാണല്ലോ, ഓർത്തു വെച്ചാൽ നല്ലത്. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളാണ് മുസ്ലിം ലീഗുകാർ മുഖേന, അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരുടെ സമ്മർദ്ദത്തിൻ്റെ പേരിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയോ അതല്ലെങ്കിൽ ലീഗിൻ്റെയോ സമ്മർദ്ദത്തിൻ്റെ പേരിൽ കോൺഗ്രസ് അതിന് ഉല്ലംഘിക്കാൻ നിർബന്ധിതരായത്. ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അത് വ്യക്തമാകുന്നൊരു കാര്യമാണ്. ഹിന്ദുക്കളെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഹിന്ദുക്കൾ പാർശ്വത്തിലേക്ക് സ്വയം പിൻവലിയുകയും ചെയ്യും. പക്ഷേ ഒരിക്കൽ ആ പിൻവലിയൽ അറിയാലോ. പുറക്കാട്ട് കടൽ തീരത്തൊരിക്കൽ ഞാൻ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഭയങ്കര ജനക്കൂട്ടം. ബസ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും കടലെന്ന് പറയുന്നുണ്ട്, പലരും നിലവിളിക്കുന്നുണ്ട്. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ബസ് തൽക്കാലം മുന്നോട്ട് പോകില്ല, ട്രാൻസ്പോർട്ട് ബസ്സാണ്. എല്ലാവരും ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി അവർ മുഴുവൻ കടൽ തീരത്തിയാണ് പോകുന്നത്. കാരണം ബസ് മുന്നോട്ട് പോകാൻ പറ്റില്ല. പോലീസ് നോക്കി വന്ന് നോക്കിയപ്പോൾ കടൽ എവിടെയോ ചെന്ന് കിടക്കുകയാണ്. പുറക്കാട്ട് കടലോരം വലിഞ്ഞിരിക്കുകയാണ്, പുറകോട്ട് വലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് കരയുന്നത്? പുറകോട്ട് വലിഞ്ഞിരിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ പുറക്കാട്ടുള്ള മുക്കുവന്മാർക്കറിയാം, വലിഞ്ഞു പോകുന്ന കടൽ കുതിച്ചു കയറും എന്നവർക്കറിയാം. ആ ഭയമാണ് അവർക്കുള്ളത്. അവരുടെ കരയിലുള്ള വീടുകളിലുള്ള സകല സാധനങ്ങൾ അവർ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. അവർക്കറിയാം വലിഞ്ഞു പോയ കടൽ അതിൻ്റെ സ്വഭാവം കാണിക്കും, അത് തിരിച്ച് ഇടിച്ചു കയറി വരും എന്നവർക്ക് നന്നായിട്ടറിയാം. ഈ ഒരു അവസ്ഥയാണ് കേരളത്തിൽ സംജാതമാകാൻ പോകുന്നത്. ഇത്തരം പ്രീണന രാഷ്ട്രീയം കേരളമെന്ന് അവർ പറയുന്ന രാജ്യത്തിന്, ദാറ്റ് മീൻസ് അൽ കേരള, റിപ്പബ്ലിക് ഓഫ് അൽ കേരള, അതിൻ്റെ ഐക്യത്തിനും നിയമവാഴ്ചയ്ക്കും അത് വലിയ ഭീഷണി ഉണ്ടാക്കും, ഒരു സംശയവുമില്ല. ഇപ്പം തന്നെ വ്യക്തിപരമായിട്ട് എന്നോട് കറവച്ച് പുലർത്തുന്ന ആളുകൾ പോലും വിളിച്ചു പറയുന്നുണ്ട്, സ്വാമി പറയുന്ന ഓരോ കാര്യങ്ങളും ശരിയായി വരുന്നു എന്ന്. ഇന്ന് ഞാൻ ഹിന്ദു പക്ഷത്താണ്. ഇന്നെനിക്ക് ലീഗിനോടും ലീഗിൻ്റെ അടിമകളോടും ജമാഅത്ത് ഇസ്ലാമിയോടും അതിൻ്റെ അടിമകളോടും പുച്ഛമാണ്, പരിഹാസമാണ്, അറപ്പാണ്, വെറുപ്പാണ്. കാരണം അവർ അഹങ്കാരം കാണിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ആ സംഘടനകളും അതിൻ്റെ പുറകിലുള്ള ആളുകളും ഒരുപാട് സഹിച്ചവരാണ്. അവരെ ജിഹാദികളെന്ന് വിളിച്ചു, ലവ് ജിഹാദികളെന്ന് വിളിച്ചു, ഹലാലിൻ്റെ പേരിൽ ലഹളയുണ്ടാക്കി, ഭക്ഷണത്തിൽ തുപ്പുന്നു എന്ന് പറഞ്ഞ് ലഹളയുണ്ടാക്കി, കൊറോണ പടർത്തിയെന്ന് പറഞ്ഞ് ലഹളയുണ്ടാക്കി. അന്ന് അവർ വീണ് കിടക്കുകയായിരുന്നു, തലകുനിച്ച് നിൽക്കുകയായിരുന്നു. അന്ന് സന്യാസധർമ്മം, സന്യാസത്തിൻ്റെ ധർമ്മം, സന്യാസിയുടെ ധർമ്മം, അതുപ്രകാരം അവരെ കൈ കൊടുത്ത് ഉയർത്താൻ ശ്രമിച്ചു. ഇന്ന് ആ വർഗം പരിപൂർണമായിട്ടും എന്നെ ചവിട്ടിത്തേക്കാൻ ശ്രമിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി ഭരിക്കുമ്പോൾ സന്യാസിമാരും ജയിലിൽ. നോക്കുക, ജയില് എന്ന് പറയുമ്പോൾ മുഖ്യ ജീവിതധാരയിൽ നിന്ന് മാറ്റി നിർത്തൽ മാത്രം ജയിൽ. അവിടെ കൊണ്ടുപോയിട്ട് കല്ലുടയ്ക്കാനും ഹിന്ദി സിനിമയിൽ കാണുന്ന പോലെ അതൊന്നുമില്ല. റോട്ടി, കപ്പട, മക്കൻ, എവറിത്തിങ് ദേ വിൽ പ്രൊവൈഡ്, അവർ ഗവൺമെൻറ് വിൽ പ്രൊവൈഡ്. ആഹാരം തരില്ലേ? സുഭിക്ഷമായിട്ടുള്ള ആഹാരം. വസ്ത്രം, ജയിൽ വസ്ത്രം കിട്ടും. പാർപ്പിടം ജയിലിനകത്ത്. കാവലുണ്ട്. നന്നായിട്ട് കുളിക്കാൻ പറ്റും. സമയാസമയങ്ങളിൽ ഷേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ചിലവിടില്ല, ഭയപ്പെടില്ല. കുഞ്ഞാലിക്കുട്ടി ഭരിക്കുന്ന സമയത്ത് ജയിലിൽ പോയി കിടക്കുന്നത്
എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ സ്വയം ഡെക്കറേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്, സ്വയം അലങ്കരിക്കുന്നതിന് തുല്യമാണ്, ഒരു കൊച്ചു പത്മശ്രീ കിട്ടിയതിന് തുല്യമാണ്. ഒന്നേ പറയാനുള്ളൂ, ഇവിടെയുള്ള മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമിക്കാരെല്ലാവരും വലിയ വില നൽകേണ്ടി വരും ഇപ്പോൾ ഈ കാണിച്ച വൃത്തികേടുകൾക്ക്. പക്ഷേ അതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കുന്ന ആരായിരിക്കും? ഇതിലെ തമ്പുരാക്കന്മാരൊക്കെ വലിയ വലിയ വീടുകളിലകത്ത് 5-6 ഗേറ്റുകൾക്കകത്താണ് കിടക്കുന്നത്. ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ മുമ്പിൽ കിടക്കുന്ന കാറുകൾ ഒന്നൊന്നായി പുറത്തേക്ക് പോകും. സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ തലയിലാണ് ഇവർ മേലോട്ടെറിഞ്ഞ കല്ല് താഴോട്ട് വരുമ്പോൾ വന്ന് വീഴുക. തല പൊളിയുന്നത് സാധാരണ മുസ്ലിങ്ങളുടേതായിരിക്കും. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ലംഘിച്ച് വന്ദേ മാതരത്തെ അപമാനിച്ചിരിക്കുകയാണ് കേരള സർക്കാരെന്ന് പറയാം. പക്ഷേ അവരുടെ പുറകിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ്, അവരാണ് യഥാർത്ഥത്തിലുള്ള പ്രതികൾ. അവർ മാപ്പർഹിക്കുന്നില്ല. ചെയ്ത തെറ്റിന് അവർ വലിയ വില നൽകേണ്ടി വരും. നമസ്കാരം.